ടിയാനി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ കാണേണ്ടവർക്ക് ഈ തൊട്ട് മുകളിൽ വരുന്ന ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കട്ടിംഗ് വീഡിയോ കാണാം. ഇനി ഈ നെക്ക് കാണേണ്ടവർക്ക് ഈ തൊട്ട് മുകളിൽ ഇപ്പോൾ ഒരു ടൈറ്റിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ എങ്ങനെയാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ്. ഫസ്റ്റ് നമ്മൾ ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഈ ക്രോസ് പീസ് ഒന്ന് കൂട്ടിയെടുക്കാം. ഇതുപോലെ ക്രോസ് പീസ് കൂട്ടിയെടുത്തു. ഈ രണ്ട് ഭാഗവും ഇതുപോലെ എന്നിട്ട് സ്ട്രെയിറ്റ് ആക്കി. അതിനുശേഷം ബാക്കിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് വേണം അടിക്കുവാനായിട്ട്. നല്ല വശവും തമ്മിൽ അറ്റാച്ച് ചെയ്യുക. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം പതിച്ചടിക്കണം. പതിച്ചടിച്ച് കഴിയുമ്പോൾ ഈ ഭാഗം ഒന്ന് കറക്റ്റ് ഇതുപോലെ ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഷോൾഡർ കൂട്ടാൻ പോവുകയാണ്. അതിനുശേഷമാണ് ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി തയ്ക്കുന്നത്. ഷോൾഡർ കൂട്ടുന്നതിന് മുൻപ് നമുക്കിത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഷോൾഡർ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ബാക്ക് വശമാണ് ഇതുപോലെ നിവർത്തിയിട്ടിരിക്കുന്നത്. ബാക്കിൻ്റെ നല്ല വശം. ഇനി ഫ്രണ്ടിൻ്റെ നല്ല വശം തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെയാണ് ഷോൾഡർ കൂട്ടേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഈ തുണി ഇതുപോലെ ഫ്രണ്ടിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു മടക്ക് ഇതുപോലെ വെക്കണം. ഒരു മടക്ക് ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഈ ഭാഗത്തെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നെക്കടിക്കാം. ഇതുപോലെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തു. ബാക്കിൻ്റെ നെക്കടിക്കാൻ പോവുകയാണ്. ആദ്യം ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ബാക്ക് വശമാണ്. എന്നിട്ട് പറ്റേ വെച്ച് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ബാക്കിൻ്റെ പറ്റേ വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ തുണി ഉള്ളിലേക്ക് മടക്കി വെക്കണം. ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്ക് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ അടിവശം ആദ്യമേ ഒന്ന് അടിച്ചെടുക്കാം. ഈ ഭാഗം മടക്കി അടിക്കാം. രണ്ട് സ്ലീവിൻ്റെയും അടിഭാഗം മടക്കി അടിച്ചു. അതിനുശേഷം സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. സെൻറ്റർ
ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവ് വെക്കാം. ഇപ്പോൾ നൈറ്റിയുടെ നല്ല വശമാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ സെൻറ്റർ കട്ട് ചെയ്തില്ലേ, ആ സെൻറ്റർ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് വേണം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തുണി ഇതുപോലെ പിടിച്ച് കൊണ്ടുവരിക. ഈ ഭാഗത്തെ സ്ലീവും കൂടി വെക്കാം. രണ്ട് ഭാഗത്തെയും സ്ലീവ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കൂട്ടാം. ഇതേപോലെ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റണം. സൈഡൊന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 34ആണ്. 34ൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച്. ഞാൻ സെൻറ്ററിൽ നിന്ന് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ വിട്ടായിരുന്നു, കുറച്ച് ലൂസിന് വേണ്ടിയിട്ട്. കാര്യം വീട്ടിൽ നിന്ന് ഡ്രസ്സ് ആയതുകൊണ്ട് കുറച്ച് ലൂസിന് വേണ്ടി. അപ്പോൾ ഞാനിതാ 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഭാഗത്തും മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇത് എൻ്റെ അളവിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ വിട്ട ഈ എക്സ്ട്രാ 1 ഇഞ്ച് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. കറക്റ്റ് ഫിറ്റിൽ വേണമെങ്കിൽ നിങ്ങൾ ആ കറക്റ്റ് ചെസ്റ്റ് എടുത്താൽ മതി. ഇനി സൈഡ് അടിക്കാം. അടിഭാഗത്തെ കൈവണ്ണം ഒന്ന് മാർക്ക് ചെയ്യാണ്. 6 ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം. അതും ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നേരെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത ആ ഷേപ്പിന് ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി താഴത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ വീതി കുറച്ച് ഇതുപോലെ കൊണ്ടുവരണം. രണ്ട് തുണിയും ഇതുപോലെ ലെവലാക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് അടിച്ചെടുത്തു. ഇതേപോലെ തന്നെ ഈ ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ സൈഡും കൂട്ടിയെടുത്തു. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ മടക്കി അടിക്കണം. അപ്പോൾ അടിഭാഗം ഇതുപോലെ അടിച്ചെടുത്തു. ഇനി നമുക്കിത് തിരിച്ചെടുക്കാം. ഇന്നത്തെ സിമ്പിൾ നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇത്ര ഷേപ്പില്ല, ഞാനിപ്പോൾ ഷേപ്പൊന്നും ആക്കി വെച്ചിരിക്കുകയാണ്. അടിയിൽ നല്ല ഫ്ലെയർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഫ്ലെയറിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.